ചിലവരറിയാം ആദ്യം പോയി ടോക്സിക് ബന്ധങ്ങളിൽ പോയി ചാടും, എന്നാൽ അത് പോയിട്ട് അത് ബ്രേക്ക് ആയതിനു ശേഷം വീണ്ടും പോയി ടോക്സിക് ബന്ധം എന്ന് വെച്ചാൽ അതിലെ കർമ്മ വീണ്ടും അവിടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവിന് എൻലൈറ്റഡ് മുമ്പിലോട്ട് പോകണമെങ്കിൽ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്തേ പറ്റൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ചിലവർ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ തന്നെ വീണ്ടും 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 പോയി ചാടുന്നതാണ്. അവർ കുഴിയിലോ ലൂപ്പിലാണ് അവർ. ആ ലൂപ്പ് പൊട്ടിച്ചാൽ മാത്രമേ അവർക്ക് അടുത്തയിലോട്ട് പോകാൻ പറ്റൂ. ആ ലൂപ്പ് പൊട്ടിക്കാനത്തോളം അങ്ങോട്ടും കുറേ റെസ്പോണ്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് അങ്ങോട്ടും കുറേ കച്ചറ അടിച്ച് ഇങ്ങോട്ടും കുറേ ആ ലൂപ്പ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് കണ്ടെത്തണം. അതിനാണ് ഈ പ്രശ്നം, വിവാഹ പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം. നമ്മളെ കണ്ണുകൊണ്ടും സെൻസ് കൊണ്ടും ചിന്തിക്കാൻ പറ്റാത്തത് ചില ആരുടങ്ങളിൽ തെളിയും. ഉപാസനയുള്ളവർ ചില ആരുടം നോക്കുമ്പോൾ ചിലത് തെളിയും. പല രീതിയിലുള്ള കർണേക്ഷി ഉപാസന, അങ്ങനെ പല രീതിയിലുള്ള ഉപാസനയുണ്ട്. ചില ഉപാസനകളിൽ കർമ്മിക് ബന്ധം, ചില അല്ലെങ്കിൽ നിങ്ങൾ ലൂപ്പിലകപ്പെട്ടു പോകും. മനസ്സിലായില്ലേ? സോൾ പർപ്പസും ലൈഫ് പർപ്പസും രണ്ടാകുമ്പോഴാണ് ജീവിതം ദുരിതമാണ്. ചിലവരുടെ ജീവിതം പറയാം ജനിച്ചപ്പോൾ മുതൽ അവസാനം വരെ സന്തോഷവും സംതൃപ്തിയായിരിക്കും. കാര്യം എന്താണ്? അവരുടെ സോൾ പർപ്പസും ലൈഫ് പർപ്പസും ഇതാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് അത്തരത്തിലുള്ള ജീവിതം, രണ്ടിനും ഉദ്ദേശം ഒന്നല്ലേ, അപ്പോൾ രണ്ട് രീതിയിൽ അങ്ങ് പോകും. സോൾ പർപ്പസും ലൈഫ് പർപ്പസും ഡിഫറൻ്റ് ആകുമ്പോഴാണ് ജീവിതം ദുരിതമാകുന്നത്. അവർ ലൂപ്പിൽ കിടന്നങ്ങ് കറങ്ങും. അവരെ ആ ഭാഗത്ത് ഇപ്പം നോക്കുമ്പോൾ ചിലവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അത് തന്നെയാണ് ആ ജീവിതകാലം മുഴുവൻ. അവർക്ക് ഒരു ബ്രേക്ക്, അവർ ലൂപ്പിലാണ്. അവർ മനസ്സിലാവണില്ല, അവരൊക്കെ ലൂപ്പിലാണ്. ചിലവർ ടോക്സിക് ബന്ധങ്ങളിൽ പോയി ചാടുന്നു, വീണ്ടും അത് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ പോയി ചാടും. കാര്യം അതിൻ്റെ കർമ്മ തീരുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റൂ. അതുവരെ നിങ്ങൾക്ക് വീണ്ടും ജനനം എടുക്കും. ഇത് തന്നെയാണ് അവസ്ഥ. മനസ്സിലായില്ലേ? അത് പൂർവ്വജന്മ ബന്ധം. ഈ ചില ബന്ധങ്ങളിൽ പോയി ചാടും, അത് പൂർവ്വജന്മ ബന്ധം നോക്കണം. അതായത് ചില ലൂപ്പുകൾ തകർക്കാൻ നിങ്ങൾ പ്രശ്നം വച്ച് നോക്കണം. വിവാഹ പ്രശ്നമൊന്നല്ല, എന്ത് പ്രശ്നം വച്ച് നോക്കുമ്പോൾ അതിൽ തെളിയും എന്തുകൊണ്ടാണ് അത് മറികടക്കാൻ പറ്റാത്തത്. അത്തരത്തിലുള്ള പരിഹാരങ്ങൾ ആരുടെ സൂചിപ്പിക്കും. അതിലൂടെ ആ പരിഹാരം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദൈവം എന്നെ മാത്രം എന്തിനാണ് ഈ പരീക്ഷിക്കുന്നത്, എന്നെ മാത്രം എന്തിനാണ് ഈ കുറ്റപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ. സോള് നമ്മൾ പുറമേ ഉള്ള ബോഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോൾ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ പോലെയാണ്. നമ്മൾ ആത്മാവ് ഉള്ളിൽ നിന്ന് എല്ലാം കാണുക, സാക്ഷിയായിട്ട് കാണുക മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്തതിൻ്റെ അനുഭവിക്കുന്നതിൻ്റെ ഫലം അത് സോൾവ് ചെയ്യാതെ നിങ്ങൾക്കൊരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവത്തില്ല. ആത്മാവിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് എൻലൈറ്റ്മെൻറ്റ് എത്രയും വേഗം നിങ്ങളുടെ പരബ്രഹ്മത്തിൽ എത്തിക്കുക. അത് മാത്രമേ ആത്മാവിൻ്റെ ഉദ്ദേശമുള്ളൂ. അല്ല ആത്മാവിനെ സംബന്ധിച്ചുള്ള ലൈഫ് പർപ്പസ്, നിങ്ങളുടെ ജീവിതം എന്ത്, അതൊന്നും ആത്മാവിൻ്റെ, നമ്മുടെ ലൈഫ് പർപ്പസ്, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ലൈഫ് പർപ്പസ്, നല്ലൊരു ജീവിതം, നല്ലൊരു കുടുംബം, പണം, ഇതൊക്കെ നമ്മൾ ലൈഫ് പർപ്പസിൻ്റെ. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം കർമ്മിക് എല്ലാം തീർത്ത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ആൾ ആ ലൂപ്പ് തകർക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവത്തുള്ളൂ. ചില ബന്ധങ്ങൾ വീണ്ടും എന്തുകൊണ്ട് അവർ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് അവർ മാത്രം ഈ ബന്ധങ്ങൾ ഇങ്ങനത്തെ പോയി ചാടുന്നു എന്ന് വെച്ചാൽ ആ ലൂപ്പിലാണ് നിങ്ങൾ. ആ ലൂപ്പ് നിങ്ങൾ തകർത്തിട്ടില്ല. ആ ലൂപ്പ്, ആ കർമ്മിക് എഫക്റ്റ് മറികടന്നിട്ടില്ല. അതുകൊണ്ടാണ് കർമ്മിക് ബന്ധങ്ങൾ തന്നെ വീണ്ടും ചില സോൾമേറ്റ്സ് വരെ കർമ്മിക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം എൻലൈറ്റ്മെൻ്റ് ആവുക, നിങ്ങളുടെ ആത്മാവിൻ്റെ, നിങ്ങളുടെ പരബ്രഹ്മത്തിൽ എത്തിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഗ്രൂപ്പ് സോൾസ് ഉണ്ട്. ഗ്രൂപ്പ് സോൾസ് ഇപ്പം ചിലവരെ അറിയാം, ഈ ഗ്രൂപ്പ് സോൾസ് ജനിക്കുന്നതേ ഒരുമിച്ചായിരിക്കും. ചില വീട്ടുകാരെല്ലാം ഗ്രൂപ്പ് സോൾസ് ആയിരിക്കും. ചിലവർ ഗ്രൂപ്പ് സോൾസ് അല്ല, ചിലർ പൂർവ്വജന്മത്തിലെ കർമ്മഫലമായിട്ട് ചില ബന്ധങ്ങളിൽ പോയി ചാടും, ചിലവർ ടോക്സിക് പാരൻറ്റിങ്ങിൽ പോയി ചാടും. എന്ന് വെച്ചാൽ ആ ലൂപ്പ് നിങ്ങൾ തകർക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നം, കബഡി പ്രശ്നം, ചിലവർ പല രീതിയിൽ പല പ്രശ്നത്തിലാണ്. കബഡി പ്രശ്നത്തിലൂടെയൊക്കെ നമുക്ക് ഇതിൻ്റെ ആരുടെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥ. അത് മറികടന്നാൽ മാത്രമേ അവർക്ക് ഒരു പുരോഗതി ഉണ്ടാകും. ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് അടുത്തയിലേക്ക് പോകാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിൽ കിടന്നതിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത ജന്മം മരിച്ചതിന് അടുത്ത ജന്മം എടുത്താൽ വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. എന്നെങ്കിലും നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് കണ്ടെത്തി അത് പരിഹാരം ചെയ്ത് അത് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അല്ലാത്ത പക്ഷം ഇപ്പം യൂട്യൂബിലെല്ലാം ഉണ്ട് മെഡിറ്റേഷൻ, അതൊക്കെ നല്ലത് തന്നെ. മെഡിറ്റേഷൻ, ചക്ര ഹീലിംഗ്, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ചിന്തിക്കുന്ന ചിലതുണ്ട്. ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും ചില സ്ഥലത്ത്. മനസ്സിലായില്ലേ? അതിലൂടെ മാത്രമേ ചില ലൂപ്പുകൾ നിങ്ങൾക്ക് തകർത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റൂ. ചില കർമ്മങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എൻലൈറ്റഡ് ആവാൻ പറ്റത്തുള്ളൂ. ദീക്ഷകളുണ്ട്, ഓരോ ദീക്ഷകളുണ്ട്. ആ ദീക്ഷകൾ കടന്ന് നിങ്ങൾ എത്തണം പരബ്രഹ്മത്തിലേക്ക്. 24 മണിക്കൂർ എന്നെ മാത്രം എന്തിനാണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇത്ര ദുരിതം തരുന്നത്? ദൈവം ആർക്കും ദുരിതം തരുന്നില്ല. ദൈവം നിങ്ങളായിട്ട് തന്നെ, നിങ്ങളെ ചിന്തയിൽ നിന്ന് തന്നെ, പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ചിന്തയുടെ ഫലമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച കർമ്മിക് ലൂപ്പ് അത് കണ്ടെത്തി അത് പരിഹരിക്കണം. ചിലപ്പോൾ നിസ്സാര പരിഹാരമായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻലൈറ്റഡ് നിങ്ങൾ നിങ്ങളുടേതായ ജീവിതം നയിക്കാൻ പറ്റും. അതിനായിരിക്കും നിങ്ങൾ ഈ ജന്മം എടുത്തത് തന്നെ. അത് പരിഹരിക്കാത്ത പക്ഷം നിങ്ങൾ വീണ്ടും ആ ലൂപ്പിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ ഈ കുടുംബ ദേവത, കുടുംബ ക്ഷേത്രം, ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്.
ആ ദേവതയുടെയൊക്കെ കോപങ്ങൾ അതൊക്കെ നമുക്ക് നമ്മളെ സാധാരണ കണ്ണുകൊണ്ടോ സെൻസ് കൊണ്ടോ ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ ഹിന്ദു മതത്തിൽ, എല്ലാ മതത്തിലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ പ്രശ്നത്തിൽ നമുക്ക് ആരുടെ മറയുന്ന അല്ലെങ്കിൽ കബഡി നിരത്തുമ്പോൾ ചിലതൊക്കെ തെളിയും. ഉപാസനയുള്ളവരുടെ പ്രശ്നം നോക്കിയാൽ ചിലർ തെളിയും. അത് തെളിയുന്നത് എന്തോ അതിന് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം ധന്യമാണ്. ഈ ജന്മത്തിൻ്റെ കർമ്മിക് എഫക്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ പരിഹരിക്കപ്പെടും. അല്ലാത്ത പക്ഷം നിങ്ങൾ ലൂപ്പിൽ അകപ്പെട്ട് വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കർമ്മ നിങ്ങളെ വേട്ടയാടുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, അത് എന്തിനാണ് എന്നെ കർമ്മ വേട്ടയാടുന്നത്, അത് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങണം. അതിലൂടെ മാത്രമേ ജീവിതം ധന്യമാവുകയുള്ളൂ. നന്ദി, നമസ്കാരം.